കൊച്ചിയിൽ നിന്നും രാത്രി 11:30 തായ് ലയൺ എയറിൽ ബാങ്കോക്കിലെ ഡോൺ മുവാങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയതാണ് ഞാൻ. സമയം രാവിലെ 6 മണിയാകുന്നതേ ഉള്ളൂ. 30 പേരടങ്ങുന്ന സഞ്ചാരത്തിൻ്റെ തായ്ലൻഡ് ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായാണ് യാത്ര. എയർപോർട്ടിനുള്ളിലെ പരിശോധനകളും ഇമിഗ്രേഷൻ നടപടികളും എല്ലാം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങളുടെ യാത്ര പട്ടായയിലേക്ക്. പട്ടായയിലേക്കുള്ള യാത്രയിലും പുറത്തേക്ക് നോക്കിയാൽ പുതിയ കാഴ്ചകൾ തന്നെയായിരുന്നു. പുതിയ റോഡുകൾ, പുതിയ കെട്ടിടങ്ങൾ. പരിചയമില്ലാത്ത നാടിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര തുടർന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ പട്ടായയിലെത്തി. ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം ടൈഗർ ടോപ്പിയായിരുന്നു. കടുവകളെ ഇത്ര അടുത്തു നിന്ന് കാണാൻ പോകുന്നു എന്ന ചിന്ത തന്നെ ഒരു പ്രത്യേക ആവേശമായിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ പലതരം കടുവകളെ കാണാൻ കഴിഞ്ഞു. ചിലത് നടക്കുന്നു, ചിലത് വിശ്രമിക്കുന്നു. ഇത്രയും അടുത്ത് ഒരു കടുവയെ കാണുന്നത് ആദ്യമായതുകൊണ്ട് തന്നെ നല്ല കൗതുകം തോന്നി. പിന്നെ കടുവകളോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള അവസരം ലഭിച്ചു. അടുത്തുനിന്ന് ഫോട്ടോ എടുത്തു, പിന്നെ സെൽഫിയും എടുത്തു. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കടുവയും കൂടെയുണ്ടെന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പിന്നെ അവയെ തൊടാനും തലോടാനും അവസരം കിട്ടി. ഒരു വലിയ കടുവയുടെ അടുത്തിരുന്ന് അതിനെ തലോടുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സന്തോഷവും കൗതുകവുമായിരുന്നു. അടുത്തതായി കടുവകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്താൻ തോന്നുന്ന കാഴ്ചകളായിരുന്നു. ടൈഗർ ടോപ്പിയയിലെ മറ്റു കാഴ്ചകളും കുറച്ചുനേരം ചുറ്റി നടന്ന് കണ്ടു. അവിടെയുള്ള അന്തരീക്ഷവും സന്ദർശകരുമൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് സമയം ചെലവഴിച്ചു. ഇതിനിടയിൽ യാത്രയുടെ ക്ഷീണവും വിശപ്പും കൂടി തുടങ്ങി. അങ്ങനെ അവിടെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ചെന്നപ്പോൾ കണ്ടത് നമ്മുടെ നാട്ടിൽ സാധാരണയായി കഴിക്കുന്ന പല ഭക്ഷണങ്ങളും. ദോശ, മസാല ദോശ, ചപ്പാത്തി, അങ്ങനെ. ഞാൻ കുറച്ചു തായ് ഭക്ഷണങ്ങളും ഇന്ത്യൻ ഭക്ഷണങ്ങളും മിക്സ് ചെയ്തെടുത്തു. പിന്നെ പലതരം ഇന്ത്യൻ കറികളും. തായ്ലൻഡിൽ എത്തിയിട്ട് കേരളത്തിൻ്റെ രുചിയോട് ഇത്ര അടുത്ത് നിൽക്കുന്ന ഭക്ഷണം കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. യാത്രക്കിടയിൽ നമ്മുടെ നാട്ടിലെ ഭക്ഷണം കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ആശ്വാസം തന്നെയാണ്. ഭക്ഷണം കഴിച്ച് കുറച്ചുനേരം വിശ്രമിച്ച ശേഷം വീണ്ടും ടൈഗർ ടോപ്പിയയിലെ കാഴ്ചകളിലേക്ക്. ഇനിയും കുറച്ച് ഫോട്ടോകൾ, കുറച്ച് സെൽഫികൾ, കടുവകളെ അടുത്തുനിന്ന് കാണുന്ന കുറച്ച് നിമിഷങ്ങൾ കൂടി. കടുവകളെ ഇത്ര അടുത്തുനിന്ന് കാണാനും അവയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാനും തലോടാനും ഭക്ഷണം കൊടുക്കാനും, പിന്നെ തായ്ലൻഡിൽ എത്തിയിട്ടും നമ്മുടെ നാട്ടിലെ ദോശയും മസാല ദോശയും ചപ്പാത്തിയും ഇന്ത്യൻ കറികളും കഴിക്കാനും കഴിഞ്ഞു. ആദ്യ ദിവസം തന്നെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ. പക്ഷേ യാത്ര ഇവിടെ തീരുന്നില്ല. ഇനി തായ്ലൻഡിൽ കാണാൻ പോകുന്ന കാഴ്ചകളുമായി യാത്ര തുടരുകയാണ്. ആദ്യമുള്ളത് ഒരു കൾച്ചറൽ ഷോ ആണ്. ഏകദേശം അരമണിക്കൂർ നീണ്ടേക്കുന്ന ഒരു കൾച്ചറൽ ഷോ. കൾച്ചറൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി തന്നെ പാസ്പോർട്ട് ഡയറീസ് മലയാളം.